ഒരു പാക്കറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വേൾഡിലെ 7ാമത്തെ ഹൈറ്റുള്ള ഒരു ടവറിന് മുന്നിലാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം മലേഷ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലാണ് കേട്ടോ. അമ്പരചുംബികളായി നിൽക്കുന്ന അതിമനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി നഗരം, അടിപൊളി രാജ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ട്വിൻ ടവറും ബത്തു കേവും ഒക്കെ കണ്ടു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അതൊക്കെ സഹിച്ച് നമ്മൾ യാത്രകളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മലേഷ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഹാരിസ്റ്റൺ ചോക്ലേറ്റ് ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി വെറൈറ്റിയിലുള്ള ചോക്ലേറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ പറ്റും. അതിങ്ങനെ പല ടേസ്റ്റിലുള്ള പല ടേസ്റ്റിലുള്ള ചോക്ലേറ്റ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇത് മലേഷ്യയിൽ മാത്രം കിട്ടുന്ന ചോക്ലേറ്റ്സ് ആണ്. നമുക്ക് ഔട്ട്സൈഡ് മലേഷ്യ കിട്ടത്തില്ല. ഇതിനകത്ത് മാത്രം അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചോക്ലേറ്റ്സ് ഫ്ലേവേഴ്സാണ് കേട്ടോ. നമ്മുടെ കോക്കനട്ടുണ്ട്, പിന്നെ ബദാമിൻ്റെ ഉണ്ട്, മഷ്റൂമിൻ്റെ ഉണ്ട്. അങ്ങനെ വെറൈറ്റി തരത്തിലുള്ള ചോക്ലേറ്റ്സുകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. അതിവിടെ വന്നപ്പോഴത്തേക്കും കണ്ടൊരു വാനാണ് കേട്ടോ. അടിപൊളിയല്ലേ, ഒരു ടൂറിസ്റ്റ് വാനാണ്. വെള്ള, വൈറ്റ്, ഗ്രീൻ കളറുള്ള ഒരു അടിപൊളി വാനാണ് കേട്ടോ. നമ്മൾ വന്ന വാൻ ഇതാ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഔട്ട്ലെറ്റിനകത്തോട്ട് കയറുന്ന എൻട്രൻസ് കേട്ടോ. ഓക്കെ, കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വിസിറ്റേഴ്സിൻ്റെ ഒരു ഹാരിസ്റ്റൺ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടാഗൊക്കെ നമുക്ക് തരും. H116 ആണ് എൻ്റെ ടാഗിൻ്റെ നമ്പർ കേട്ടോ, എൻട്രി കാർഡ്. ഓക്കെ, ഗ്രീൻ ടാഗും റെഡ് ഇതുമാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കൊക്കോയുടെ ഇതൊക്കെ കാണാം കേട്ടോ, കൊക്കോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് ആണ്. Tiramisu, our best selling dark chocolate. Okay, less sugar. 58% cocoa. Ini nalla irukka. Tiramisu ഡാർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അത് വേറെ ഒരു ചോക്ലേറ്റ് ഇട്ട് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് വേറെ ചോക്ലേറ്റ് ആണ്, കിസ്മിസ്. ഒരു ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. We have a promotion. This packing we call economy packet. Every single pack 230 grams. Price 49.9 Malaysian ringgit. Buy 7 free 2. Better can get 9 packs. 349.3 can mix any different flavor. This is our best seller chocolate syrup. Number 1 chocolate. This is our signature. Number 2 is yellow chocolate. And number 3 is giving this is kismis chocolate. Okay. We also have other flavor. We got the coconut. I'm giving the tenga chocolate. Okay. ഇത് കോക്കനട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ, കോക്കനട്ട്. Base it is tenga chocolate, coconut tenga. കൊള്ളാം കേട്ടോ, തേങ്ങ. അത് അതിൻ്റെ തേങ്ങയുടെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി. Like this one we have this flavor. The Cita Mexico, yes, it's not bad. This is like this is small size. That's more than. ഇവിടെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ്സ്. ഇത് വന്നിട്ട് ടൈഗർ മിൽക്ക് മഷ്റൂം ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ടൈഗർ മിൽക്ക് മഷ്റൂം ചോക്ലേറ്റ് അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാം. 60 grams ആണ്. MRP വന്നിട്ട് 600 ആണ് വരുന്നത്, അല്ല 60 ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കുന്നു. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഈ വലിയ പാക്കറ്റിലുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഓക്കെ, ഇതിന് നമ്മൾ 3 എണ്ണം വാങ്ങുമ്പോൾ 250 ആണ്. 240 ആണ് ഇതിൻ്റെ റിങ്കറ്റിൻ്റെ പ്രൈസ് കേട്ടോ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റ്. 230 grams. Okay, this one is like this packet, it's small packet. Okay, you want one packet for 49.9. You buy 7, get 2 free.
So total 9 packets. 3. ഇതേപോലത്തെ ചോക്ലേറ്റ്സ് മേടിച്ചിട്ട് നമ്മുടെ ഒരു റിങ്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണി ആയാലും അല്ലെങ്കിൽ സിംഗപ്പൂർ ഡോളറൊക്കെ ഇവിടെ എന്ത് ചെയ്യും അവർ എടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ മലേഷ്യൻ റിങ്കറ്റ് ഇല്ല എന്ന് കരുതി നമ്മളത് മേടിക്കാതിരിക്കേണ്ട. നമ്മുടെ ആ 2 ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗപ്പൂർ ഡോളറും നമ്മുടെ ഇന്ത്യൻ റുപ്പിയൊക്കെ ഇവിടെ കളക്ട് ചെയ്യും. അപ്പോൾ മേടിക്കേണ്ടവരെല്ലാം എന്ത് ചെയ്യുക, ഈ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. കഴിച്ചപ്പോൾ കൊള്ളാം കേട്ടോ, അത്യാവശ്യം കൊള്ളാം. അങ്ങനെ നമ്മൾ ഹാരിസൺ ചോക്ലേറ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ച് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഷോപ്പുണ്ട് കേട്ടോ, സുവനീറൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നമുക്ക് വിൽക്കുന്ന ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യാം. നമുക്കിവിടെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു കൂരയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. കൂരയൊക്കെ ചെയ്ത് 4 ചെയറൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ കാറും ആ സൈഡിൽ എവിടെ ഇതൊന്നും ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഏത് വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. IMCയുടെ ഒരു ബിൽഡിങ്ങാണ് ദോ കാണുന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ വാനിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. വാനും നമ്മുടെ ഗൈഡും നമ്മളെ കുറേ സമയം കൊണ്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് എന്ത് ചെയ്യാം, ഓരോരുത്തർ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് സമയത്തിന് വാനിൽ കയറാൻ പറ്റിയില്ല. അതാ സംഭവം. ഡ്രൈവർ ചേട്ടൻ പാവം എന്ത് ചെയ്യാനാ, കുറേ സമയമായിട്ട് വാ 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 എന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി ഓൺ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് KL ടവറിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ നേരെ KL ടവറിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എക്സ്കലേറ്റർ വഴി നേരെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കണ്ടോ ഒരു വലിയ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ഇത് കൊള്ളാലോ. അതൊരു 3-4 ലീഫ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതേപോലെ ഒരു 3-4 ഫാനൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് കയറാനുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ ടിക്കറ്റ് QR കാണിച്ച് നമ്മൾ അകത്ത് കയറി. നമുക്ക് ഇതിനകത്ത് 6 നിലകളാണുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഒബ്സർവേഷൻ ഏരിയയിലോട്ടാണ്. നമുക്ക് ഇവിടെ കയറുന്നതിന് നമുക്ക് 80 റിങ്കറ്റാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ ഒരാളുടെ നിന്ന് 80 റിങ്കറ്റാണ് കൊടുക്കാനുള്ളത്. ടോപ്പിൽ നമുക്ക് പോകണമെങ്കിൽ 140 റിങ്കറ്റാണ് ഇവിടെ കയറുന്നതിനുള്ള ചാർജ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി KL ടവറിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒബ്സർവേഷൻ അതെ 1ാമത്തെ ഫ്ലോറിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് മലേഷ്യയുടെ ഔട്ട്സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് കണ്ടോ, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മലേഷ്യയിലെ അതിമനോഹരമായ ബിൽഡിങ്ങുകൾ, അമ്പരചുംബികളായിട്ട് തല ഉയർത്തി നിൽക്കുന്ന മലേഷ്യയിലെ അതിമനോഹരമായ ബിൽഡിങ്ങുകൾ, അപ്പുറത്തുള്ള കുറേ ഗ്രൗണ്ടുകൾ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതോ അവിടെ ദൂരെയായിട്ട് മെട്രോയും പോകുന്നുണ്ടോ, മെട്രോ പോകുന്നുണ്ടോ, മെട്രോ. നമുക്കിഞ്ഞ് മുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിമനോഹരമായിട്ട് മലേഷ്യൻ നഗരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ KL ടവർ എന്ന് പറയുന്നത്. ഈ മലേഷ്യയിലെ കോലാലംപൂരിലെ 6 നിലകളുള്ള ഒരു കെട്ടിടമാണ് ഈ KL ടവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം ഉയരമെന്ന് പറയുന്നത് 421 മീറ്ററാണ് ഇതിൻ്റെ ഏകദേശം ഉയരം കേട്ടോ. ഈ ടവർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 7ാമത്തെ വലിയ ടവറാണ് ഈ KL ടവർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിവിടെ നിന്നും കണ്ടോ, നമ്മൾ ഇതിനു മുന്നേ കാണാൻ പോയ പെട്രോണോസ് ടവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ എന്ത് മനോഹരമായിട്ട് നിൽക്കുന്നത് നോക്കി. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം പെട്രോണോസ് ടവറിൻ്റെ ഹൈറ്റിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ആ പെട്രോണോസ് ടവറിനുള്ളതുപോലെ തന്നെ ഒരു ആൻറ്റിന നമ്മുടെ ഈ KL ടവറിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. ഒരു ആൻറ്റിന ഇതിൻ്റെ മുകളിൽ കൂടിയുണ്ട്. ഈ ആൻറ്റിനയുടെ സൈസ് കൂടി കൂട്ടിയാണ് 421 മീറ്ററായിട്ട് ഈ ബിൽഡിങ്ങിനെ കണക്കാക്കിയിട്ടുള്ളത്.
ഇത് ഈ KL ടവർ എന്ന് പറയുന്നത് കോലാലംപൂരിലെ ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ ടവർ കൂടിയാണ് ഈ KL ടവർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പല സ്ഥലങ്ങളിലും അതായത് ആ ബിൽഡിങ്ങുകളെ കാണാൻ വേണ്ടി ഇതേപോലെ എന്താ പറയുക നിക്കോണിൻ്റെ ഒരു ടെലസ്കോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിൽഡിങ്ങുകളും ആ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ റൗണ്ട് കണ്ടോ, നമ്മളിപ്പം നടന്നു പോകുന്നതും റൗണ്ട് ഷേപ്പിലാണ്. നമുക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവം നമുക്ക് നമ്മുടെ കോലാലംപൂരിലെ ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുവഴി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. യാത്ര പോയി ഇപ്പോൾ കണ്ടതാണ് കണ്ടോ, ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഡിസൈൻ, അതിനൊരു ആൻറ്റിന പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കയറുമ്പോഴത്തേക്കും നമുക്ക് കോഫിയുടെ ഒരു ഇതൊക്കെയുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കോഫിയൊക്കെ കുടിക്കാം. പിന്നെ കുറേ സുവനീർ ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്, ഇവിടെയും നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ സുവനീറിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. ഇന്നലെ ഞങ്ങൾ 8 റിങ്കറ്റിന് മേടിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഇച്ചിരി എന്താ പറയുക 15 റിങ്കറ്റൊക്കെയാണ്. ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, സ്വാഭാവികമുള്ളതാണല്ലോ. നമ്മൾ ഇച്ചിരി ഹൈറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോഴും ഇച്ചിരി വലിയ വലിയ മാളുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് സ്വാഭാവികം അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇന്നലെ പോയ 7300 സംതിങ് റൂമുള്ള ഹോട്ടൽ കാണുന്ന ഏരിയയാണ് വന്ന് കാണുന്നത് കേട്ടോ. ആ ഹിൽ സ്റ്റേഷനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതെല്ലാം ഈ KL ടവറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ KL ടവർ 2-3 റൗണ്ട് കറങ്ങിയിട്ട് അവസാനം എന്ത് ചെയ്ത് വെറുതെ വന്ന് ഇവിടെ അങ്ങ് ഇരിക്കുക. ഇതാ മാത്തനിതാ മലക്കുന്നേ. ഒരു ജസ്റ്റ് ഒരു എത്ര കുറച്ച് നടന്നതേ ഉള്ളൂ, എന്നിട്ട് ഡിമ്മായി ക്ഷീണം. അതെ, 12 മണി വരെ ഇറങ്ങിയത് പോലെയല്ലേ? അതെ, കൊള്ളാമല്ലേ? എന്തായാലും നമുക്ക് ഇതിന്റെ മേളിൽ പിടിക്ക് അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അതിന് നമ്മൾ 180 എത്ര റിങ്കറ്റ് നമ്മൾ കൊടുക്കണം. പോകാനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ. ഈ കാണുന്ന താഴോട്ട് ഇറങ്ങാൻ അവിടെ ഒരു രക്ഷയില്ല, നല്ല ക്യൂ ആണ്. അതുകൊണ്ട് പോസ്റ്റായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഈ KL ടവർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, വേൾഡിലെ 7ാമത്തെ ലാർജസ്റ്റ് ടവറാണ് ഈ KL ടവർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടവറാണ് കാണിച്ചിരിക്കുന്ന ടോക്കിയോയിലെ സ്കൈ ട്രീ കേട്ടോ. ഇതാണ് ലാർജസ്റ്റ് ടവർ. രണ്ടാമത്തത് വന്നിട്ട് ചൈന. മൂന്നാമത്തത് വന്നിട്ട് ഇത് ഗ്രീൻ കളറിൽ കാണുന്നത് കാനഡയാണ്. അടുത്തത് റഷ്യയുടെ ടവറാണ് കാണിക്കുന്നത്. അടുത്ത് വീണ്ടും ചൈനയുടെ തന്നെ ഒരു ടവർ കാണിക്കുന്നുണ്ട്. തൊട്ട് അടുത്ത് ഒരു ഇറാൻ്റെ ഒരു ടവർ കാണിക്കുന്നുണ്ട്. ഇറാൻ്റെ ലാർജസ്റ്റ് ഒരു വാച്ച് ടവർ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് KL ടവർ, മലേഷ്യയുടെ KL ടവർ നമുക്കിതാ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഈ KL ടവറിൻ്റെ ഏകദേശം ഈ പോർഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചൈനയുടെ തന്നെ ഒരു ടവറുണ്ട്. പിന്നെ വീണ്ടും ബെയ്ജിങ്ങിലുള്ള ചൈനയിലൊരു ടവർ, പിന്നെ ഉക്രൈനിലുള്ളത്. അങ്ങനെ കുറേ വേൾഡ് ലാർജസ്റ്റ് ടവറുകളുടെ ലിസ്റ്റ് തന്നെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. KL ടവറിൻ്റെ മുകളിലിരുന്ന് ആശാൻ ധ്യാനിച്ച് ചിന്തിക്കുകയാണ്, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇതേപോലെ ഒരു ടവർ എങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ്. ആ, അവസാനം നമുക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ പറ്റി. നമ്മൾ പെട്ടെന്ന് അടയ്ക്കൂ, താഴെപ്പോട്ടെ. ഇത് കണ്ടു, ഈ ടവറിന് 421 എന്നൊക്കെ ഉള്ള മീറ്ററൊക്കെ ഹൈറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ മീറ്റർ ഹൈറ്റാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ എത്ര മീറ്റർ ആയെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. 100 മീറ്റർ താഴെയായി, 50 മീറ്റർ, ഗ്രൗണ്ടായി കേട്ടോ, ഗ്രൗണ്ടായി. നമുക്ക് KL ടവറിൻ്റെ താഴെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മസാജിങ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് വേണമെങ്കിൽ മസാജൊക്കെ ചെയ്യാം. ഇലക്ട്രോണിക്സ് സംഭവമാണ് കേട്ടോ. കറൻസി എക്സ്ചേഞ്ച് സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് നമുക്ക് ഡോളറോ ക്യാഷോ ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും.
നമ്മുടെ പാനിപൂരിയുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ KL ടവറിൻ്റെ മേളിൽ നിന്ന് ലിഫ്റ്റിലിറങ്ങി അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയായിരുന്നു കേട്ടോ. ഇത് സംഭവം കൊള്ളാമല്ലോ, കുടയൊക്കെ വെച്ചിരിക്കുന്നത് എന്തോ റെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയ കടകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ കണ്ട ഒരു ലൈവ് ബോട്ട്, നമുക്ക് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതുണ്ടോ ഫാൻ, 2 ഫാനൊക്കെ ഇവിടെ നിന്ന് കൊണ്ട് കറങ്ങുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ KL ടവറും പെട്രോണാസ് ടവറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് KL ടവർ. എന്ത് ഹൈറ്റാന്ന് നോക്കിയേ.